ഇതൊരു രാത്രി 8:30 ആയപ്പോൾ അച്ചുമോൻ്റെ പാറമോളുടെ സ്കൂളിലേക്ക് പോകുന്നതായിട്ടോ. അവരുടെ ആനുവൽ ഡേയുടെ തലേ ദിവസം അവിടെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അപ്പോൾ പാറമോളുടെ ഡാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ പോകുന്നതാണ്. അപ്പോൾ ആ പിറ്റേ ദിവസമാണ് ആനുവൽ ഡേ. സ്കൂളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട്. അപ്പോൾ പാറമോളെ കൊണ്ട് 8:30ക്കാണ് വരാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ 8:30 മുമ്പേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാറമോളുടെ ഡാൻസ് കഴിഞ്ഞ് പോകുന്നതാണ് കേട്ടോ. പാറു കാണുന്നില്ല എന്നെ, ഞാൻ പാറുവിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഡാൻസൊക്കെ കഴിഞ്ഞ് ഇനി പാറമോളെ വിളിച്ചുകൊണ്ട് വരണം. എന്നെ കണ്ടപ്പോൾ വേഗം ഓടി വന്ന് ചെരുപ്പൊക്കെ എടുത്തിട്ട് വരാൻ പോവാണ്. കാരണം രാത്രി ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ടേ. ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്കൂളിൽ പോവാണ് കേട്ടോ. അച്ചുമോനും പാറമോളും കൂടി ഇന്ന് സ്കൂളിൽ പോവും. വൈകുന്നേരമാണ് ആനുവൽ ഡേ. പക്ഷെ പാറുവിന് 10:30 അവിടെ എത്തിക്കണം. അപ്പോൾ അച്ചുമോൻ ബസ്സിൽ കൊണ്ടാക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അച്ചുമോന് വൈകുന്നേരം പോയാൽ മതി. അപ്പം ഞാനും അച്ചും 4:30 ആകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാറമോളെയും കൊണ്ട് അച്ചുമോൻ സ്കൂളിൽ എത്തിയിട്ടാ. അങ്ങനെ പാറുവിന് ഡാൻസ് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മേക്കപ്പിനും ഒക്കെ കൂടിയിട്ടായിരിക്കും രാവിലെ എത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കമ്മൽ ഇതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, കാരണം മേക്കപ്പ് ഉള്ളതല്ലേ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ട് അച്ചുമോൻ്റെ കൂടെ പാറും കയറി പോയിട്ടോ. അങ്ങനെ സ്കൂളിലെത്തി രണ്ടുപേരും പോവുകയാണെങ്കിൽ പാറമോളെ അവിടെ ആക്കിയിട്ട് അച്ചുമോൻ തിരിച്ചു വരും. പിന്നെ അച്ചുമോൻ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഞാനും അച്ചുമോനെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ പാറമോളെ അച്ചുമോൻ ഉള്ളത് കൊണ്ട് എളുപ്പമായി. അവൻ ബസ്സിലൊക്കെ കൊണ്ട് വന്നോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അച്ചുമോൻ്റെ കൂടെ വിടാൻ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, കാരണം അവൻ നന്നായി നോക്കിക്കോളുന്ന് എനിക്കറിയാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും അച്ചുമോനും കൂടി പോവുകയാണ്. വോളണ്ടിയർ ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം യെല്ലോ ചുരിദാറെന്ന് അവരൊരു കോഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. സ്കൂളിൽ നിന്ന് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അച്ചുമോനും ഉണ്ട് എൻ്റെ കൂടെ. അങ്ങനെ അച്ചുമോനൊക്കെ അവിടെ ആക്കി ഞാൻ ബാക്ക് സ്റ്റേജിലായിരുന്നു കേട്ടോ ഡ്യൂട്ടി ഇട്ടിരിക്കുന്നത്. അങ്ങനെ തുടങ്ങിയിട്ടോ നമ്മുടെ പ്രോഗ്രാമൊക്കെ. ഇത് നല്ല ഭംഗിയില്ലേ, അവർ ഫസ്റ്റ് തന്നെ റിസപ്ഷനിൽ ബലൂൺ ഇങ്ങനെ റിലീസ് ചെയ്തതാണ് കേട്ടോ. നല്ല രസമുണ്ട് അത് പോകുന്നത് കാണാനായിട്ട്. അപ്പോൾ അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഡ്യൂട്ടിയിലാണ് ഗെയ്സ്. വലിയ ഡ്യൂട്ടി ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക, അത്ര തന്നെ. ടീച്ചർമാരൊന്ന് സഹായിക്കാം. പക്ഷെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്ലാസ്കിൽ ചുക്ക് കാപ്പിയും കൂടി ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ, കാരണം എനിക്ക് ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു. മക്കളൊക്കെ ഇവിടെ ലൈനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ അച്ചുമോനും ഫ്രണ്ട്സും, കാരണം ട്രോഫി ഉള്ളവരാണ് ഈ വരുന്നത് കേട്ടോ. ട്രോഫി ഉള്ളവർ അത് വാങ്ങിക്കാനായിട്ട് ലൈനായിട്ട് പോകുന്നതാണ്. വോളണ്ടിയേഴ്സിനുള്ള ഒരു ഫുഡിൻ്റെ പാക്കും കിട്ടിയിട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അച്ചുമോൻ്റെ ട്രോഫി ഞാൻ കാണിച്ചു തരാം. അച്ചുമോൻ ഒരു പ്രാവശ്യം പുറത്ത് പോയി ഡാൻസ് കളിച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ്. അപ്പോൾ അതിൻ്റെ ട്രോഫിയാണ് കേട്ടോ ഇപ്പോൾ കിട്ടുന്നത്. അങ്ങനെ ആനുവൽ ഡേ അവിടെ അതിഗംഭീരമായി നടക്കുന്നുണ്ട്. പാറമോളുടെ ഡാൻസൊക്കെ കഴിഞ്ഞ് പാറമോളെ കിട്ടിയിട്ടോ. പാറമോളുടെ ഡാൻസാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. മുഴുവൻ വെച്ചാൽ കോപ്പിറൈറ്റ് വരും കേട്ടോ. അതാണ് കുറച്ച് ഭാഗം അങ്ങനെ വെച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായി ഫുഡ് കൗണ്ടറിൽ പോയപ്പോൾ അവിടെ ഫുഡൊക്കെ കഴിഞ്ഞു കഴിച്ച്. പാറമോള് ഭയങ്കര കരച്ചിലായി വിശന്നിട്ട്. അങ്ങനെ ഞങ്ങൾ വേഗം പോന്നിട്ട് പുറത്ത് നിന്ന് അൽഫാം മേടിച്ച് കഴിച്ചു കേട്ടോ. കാരണം പാറു രാവിലെ പോയതല്ലേ, വിശന്നിട്ട് വയ്യാത്രേ. അങ്ങനെ അൽഫാമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു.